വീട്ടിലിരിക്കുന്ന സമയത്താണെങ്കിൽ സുഖമാണ്. രാവിലെ എണീക്കുക, ഉമ്മ ഫുഡ് ഉണ്ടാക്കി തരും, ചായ ഉണ്ടാക്കി തരും. അപ്പം എല്ലാവരും പറയും ഞാനൊന്നും ഉണ്ടാക്കില്ല എന്ന് ചിലപ്പോൾ കമൻറ്റ് വരുമായിരിക്കും. പക്ഷെ എന്നാലും സുഖമാണ്. നമ്മുടെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കുറേയൊക്കെ ഒന്നും അറിയണ്ട. പക്ഷെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് UK പോയ സമയത്ത് കുറേ സ്ട്രഗിൾസ് എന്തായാലും ഫേസ് ചെയ്തിട്ടുണ്ടാവും. അതാ ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഉമ്മ ഇവിടെ കൊണ്ടുവന്ന് നമ്മളുടെ കൈ, ഇപ്പം ഞാൻ ഒറ്റ മോനാണല്ലോ, അപ്പോൾ ഈ പാമ്പറിങ് വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് സൗദിയിലാവുമ്പോഴത്തേക്ക് പിന്നെ ഇതെല്ലാം കിട്ടും. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോകാൻ മടിയുള്ള ഒരാളാണ്. അതായത് ഉമ്മാക്കറിയാം, ഞാൻ കട്ടിൽ ഒരു വെള്ളം എനിക്ക് കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകാൻ മടിയുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൈയെത്തുന്ന ദൂരത്തിലാണ് എനിക്ക് വെള്ളം കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ഈ കംഫർട്ട് സോൺ എല്ലാം വിട്ടുകൊണ്ടാണ് നമ്മൾ അവിടെ പോകുന്നത്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 8 പേരടങ്ങുന്ന ഒരു റൂം. അപ്പോൾ ഞാൻ പോയി അവിടെ തറയിൽ കിടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ആ തണുപ്പുള്ള സമയത്ത് അവിടെ ക്ഷീണമാണല്ലോ, ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വന്നിട്ട് അവിടെ കിടക്കുമ്പോഴത്തേക്ക്. അപ്പോൾ അവിടെ കിടന്നു. പക്ഷെ അവിടെ ഉള്ള എൻ്റെ ആ ഫ്രണ്ട്സ് ഒരു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് അവർ വന്ന് നമ്മൾ പിടിച്ച് കട്ടിലിൽ കിടത്തി നമ്മൾ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ പൊരുത്തപ്പെട്ട് ജീവിച്ചു. അപ്പം ഈ പറഞ്ഞതെന്ന് പറയുന്നത് ആ ഒരു ലക്ഷറിയിൽ നിന്ന് നേരെ ഇവിടെ വന്ന് ഈ പറയുന്ന ഇത്രയും പേരടങ്ങുന്ന ഒരു 10, എനിക്ക് തോന്നുന്നു ആ വീട്ടിൽ അന്ന് 18 പേരാണ്ടുണ്ട്. മൊത്തത്തിലുള്ള വീടാണ്. പല റൂമുകളുണ്ട്, പക്ഷേ ഒറ്റ വാഷ്റൂമേ കാണത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം അവിടെ മുതൽ അത് പിന്നെ നമുക്ക് വേറെ നിവൃത്തിയില്ലോ. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊരു 500 or 700 pound കൊടുത്തിട്ട് വേറെ റൂം എടുക്കണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്ട്രഗ്ലിംഗ് എല്ലാം ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് അവിടെ പോകുമ്പോഴത്തേക്ക് റൂമില്ല, കയറി കിടക്കാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടായിരിക്കും വാഷ്റൂമിലോട്ട് പോവുകയും ചെയ്യേണ്ടത്. അപ്പം എൻ്റെ ഫാദർ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് നീ ബുദ്ധിമുട്ടൊന്നും സ്വാഭാവികമായിട്ടും ഒരൊറ്റൊരാളാണല്ലോ, നീ അവിടെ പോയി സ്ട്രഗിൾ ചെയ്യണ്ട എന്നുള്ളൂ. പക്ഷെ എൻ്റെ ഒരു തീരുമാനമായിരുന്നു, ഞാൻ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വരണം, എൻ്റേതായിട്ടുള്ള രീതിയിൽ ജീവിക്കണം എന്നൊക്കെ. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കത്തുള്ളതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ അതിനുശേഷം ഇവിടെ വന്നു. അവിടെ വന്ന് നമ്മൾ ചെയ്യുന്ന ഒരുപാട് ജോലികളിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഒരു ചുമക്കാൻ, അതായത് ചുമടൊക്കെ അരിയൊക്കെ എടുത്തോണ്ട് ഈ ഓഫ് ലൈസൻസ് എന്നൊക്കെ പറയും, സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറയും. അവിടെ നിന്ന് ഈ അരി ചുമന്നിട്ടുണ്ട്, പാത്രം കഴുകാൻ പോയിട്ടുണ്ട്. നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ പാത്രം കഴുകത്തില്ലല്ലോ, അവിടെ വെച്ചിട്ട് നമ്മൾ കഴിച്ചിട്ട് നേരെ പോകല്ലേ ഉള്ളൂ, ഉമ്മ എടുത്തോണ്ട് പോകുമല്ലോ. അപ്പം പാത്രം എന്ന് വെച്ചാൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ അതിനകത്ത് പറയുന്നത് അത്രയൊന്നും വരില്ല. പാത്രങ്ങൾ വരും. നമ്മളെ സ്റ്റുഡൻസിനെ കൊണ്ടൊക്കെ ഞാനത് ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ കണ്ടായിരുന്നു. വലിയ അത്രയും വലിയതൊന്നും ഏത് ഹോട്ടലിലുള്ള അത്രയും വലിയ 2 countries കണ്ടിട്ടാണ് കിടന്നൊക്കെ കഴിയുന്നത്. അങ്ങനെ അത്രയൊന്നും ഉണ്ടാകത്തില്ല.